ഹലോ ഗൈസ്, അപ്പം നമ്മുടെ അജിത്ത് സെൻട്രൽ ക്യാരക്ടറിൽ വരുന്ന വിടാമുയർച്ചി, തല അജിത്തിൻ്റെ വിടാമുയർച്ചി റിലീസായിരിക്കുകയാണ്. അപ്പം ഇന്നലെ രാത്രി വനിത സ്ക്രീൻ ഫോറിലാണ് ഞാൻ സിനിമ കണ്ടത്. അപ്പോൾ കണ്ടതിന് ശേഷമുള്ള എൻ്റെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മകിഴ് തിരുമേനി ഡയറക്റ്റ് ചെയ്ത വിടാമുയർച്ചി ഇന്നലെ ആണ് റിലീസായത്. കേരളത്തിലും അതുപോലെ റെസ്റ്റ് ഓഫ് ഇന്ത്യ എല്ലാം ഇന്നലെയാണ് റിലീസായത്. ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് ഇതിൻ്റെ ഇതിൻ്റെ ബഡ്ജറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഏകദേശം 300 കോടി രൂപ ആണ് ബഡ്ജറ്റ് വന്നേക്കുന്നത്. ആൻഡ് കംപ്ലീറ്റ്ലി ദിസ് ഫിലിം ഈസ് ഷോട്ട് ഓൺ അസർബൈജാൻ. നമ്മൾ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ക്രെഡിറ്റ്സ് കാണിക്കുന്നുണ്ട്, ഗവൺമെൻറ് ഓഫ് അസർബൈജാൻ. ആൻഡ് എനിക്ക് തോന്നുന്നു കുറച്ച് ഭാഗങ്ങളൊക്കെ തായ്ലൻഡിലും ഉണ്ട് തോന്നുന്നു, പട്ടായ ഒക്കെ ക്രെഡിറ്റ്സിൽ കാണിക്കുന്നുണ്ടായി. അപ്പം മേ ബി അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നീട് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്തേക്കുന്ന ഓം പ്രകാശാണ്. ആൻഡ് ഇതിൽ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ചെയ്തേക്കുന്ന തല അജിത്ത്, തൃഷ, അതുപോലെ അർജുൻ, റജീന തുടങ്ങിയ അവരാണ് ഇതിൽ പ്രധാനമായിട്ട് ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ സിനിമ ഫസ്റ്റ് ഓഫ് ഓൾ ബേസിക്കലി ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു ഓവറോൾ കിട്ടിയത്. ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന 1997 ഇറങ്ങിയ ഒരു ഇംഗ്ലീഷ് സിനിമയുടെ അഡാപ്റ്റേഷനാണ് ഈ സിനിമ. അപ്പം ഞാൻ ഈ സിനിമ കണ്ടതിന് ശേഷമാണ് ബ്രേക്ക് ഡൗൺ കണ്ടത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ, ഫ്രഷ് ആയിട്ട് പോയി കാണുന്ന ഒരാൾക്ക് കുറച്ചുകൂടി സാറ്റിസ്ഫൈങ് ആയിരിക്കും വിടാമുയർച്ചി. കാരണം ബ്രേക്ക് ഡൗൺ കണ്ടിട്ടില്ലാത്തതുകൊണ്ട്. ബ്രേക്ക് ഡൗൺ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അന്ന് ചെയ്ത ആ സിനിമ എന്തോരം നല്ല രീതിയിലാണ് എടുത്തിരിക്കുന്നതെന്ന് എനിക്ക് പല ഇൻസ്റ്റൻസിലും ഫീൽ ചെയ്തു. പക്ഷേ ഇതിൽ കുറച്ച് മോഡിഫിക്കേഷൻസും കാര്യങ്ങളും വരുത്തിയിട്ടുണ്ട്. ആൻഡ് പടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഒരു സ്ലോ രീതിയിൽ കഥ പറഞ്ഞിങ്ങനെ പോവുകയാണ്. അപ്പം BGM ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക് ചെയ്തേക്കുന്ന അനിരുദ്ധാണ്. ബട്ട് ഒരു സ്ലോ രീതിയിൽ ആദ്യം കുറച്ച് ഈ അജിത്തും തൃശ്യയായിട്ടുള്ള കുറച്ച് റൊമാൻസും അല്ലെങ്കിൽ അവരുടെ മാരേജിലേക്കൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് ഒരു സ്ലോ രീതിയിൽ പോവുകയാണ്. അപ്പം തന്നെ ഒരു കാര്യം മനസ്സിലായി. ഇത് ഇൻട്രോ വന്നപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി, ഇതൊരു ക്ലാസ് മൂവി, കംപ്ലീറ്റ്ലി ഒരു ക്ലാസ് മൂവി ആവാനാണ് സാധ്യത. ഒരു മാസ് മസാല എക്സ്പെക്റ്റ് ചെയ്യേണ്ട എന്നുള്ളത് ഒന്നും കൂടി കൺഫേം ആയി. കാരണം ഇൻട്രോ ഒക്കെ ഭയങ്കര സിമ്പിളായിരുന്നു. അപ്പോൾ ക്ലാസ് മൂവി ആയിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോകുന്നു. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആണ് ഈ പടം ഒന്ന് എലിവേറ്റ് ആവുന്നത്. അതായത് ടുവേർഡ്സ് ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ലാസ്റ്റ് 20 to 30 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് പടം എലിവേറ്റ് ആവുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് ഹാഫിൻ്റെ ഇൻ്റർവെൽ ബ്ലോക്ക് വളരെ നന്നായിട്ടുണ്ട്. വളരെ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്ത് നല്ലൊരു രീതിയിലാണ് അതിൻ്റെ ഇൻ്റർവെൽ എൻഡ് ചെയ്യുന്നത്. അപ്പം അവിടെയാണ് അനിരുദ്ധിൻ്റെ ഫ്രീഡം തുടങ്ങുന്നത്. അതായത് അനിരുദ്ധിൻ്റെ തൻ്റെ പ്ലേ ഗ്രൗണ്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന, അല്ലെങ്കിൽ അനിരുദ്ധിന് ഫ്രീ ആയിട്ട് മ്യൂസിക്കിൻ്റെ ആ ഒരു വിസ്മയം തീർക്കാൻ പറ്റുന്ന ഒരു ലോകത്തേക്ക് എൻ്റർ ചെയ്യുന്നത് ആ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡ് തുടങ്ങുമ്പോൾ തൊട്ടാണ്. അപ്പം ഇത് കണക്ക് നല്ലൊരു രീതിയിൽ ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്ത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യും. അതായത് ഫസ്റ്റ് ഹാഫിൻ്റെ ആ എൻഡ് കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെയോ ഈ സംഭവങ്ങളുണ്ട് എന്നുള്ളത്. പക്ഷേ അവിടെയാണ് പടം മറ്റേ കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെ പാറിപ്പോകുന്നത്. അതായത് പിന്നീടാണ് അങ്ങോട്ട് യാതൊരുവിധ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. എന്തൊക്കെ കാണിച്ചാലും ഒരു എക്സ്ട്രീം സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. അതായത് പടത്തിൽ ആക്ഷൻ സീക്വൻസുകൾ ഇപ്പം ഈ സെക്കൻഡ് ഹാഫിൽ തന്നെ ഒരു കാറിനകത്ത് വെച്ചിട്ടുള്ളൊരു ആക്ഷൻ സീക്വൻസ്, ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ദാറ്റ് വാസ് എക്സ്ട്രീംലി ഗുഡ്, ബ്രില്യൻ്റ് ആയിട്ടുണ്ട്. എനിക്ക് വളരെയധികം പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പക്ഷേ അതല്ലാതെ ആക്ഷൻസ് നോക്കുകയാണെങ്കിൽ അത്ര അങ്ങോട്ട് ഒരു ഹൈ എനർജി ജനറേറ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു ഓക്കെ നോർമൽ സ്റ്റഫായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് അല്ലെങ്കിൽ ഫ്രഷ്നെസ് എന്താണെന്ന് വെച്ചാൽ, ദിസ് ഫിലിം ഈസ് കംപ്ലീറ്റ്ലി ഷോട്ട് ഓൺ അസർബൈജാൻ, അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ടെറൈനിൽ ഷൂട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ അസർബൈജാൻ്റെ ജോഗ്രഫി, അസർബൈജാൻ്റെ ആ ഒരു ടോപ്പോഗ്രഫി കാര്യങ്ങളൊക്കെ അടിപൊളിയായതുകൊണ്ട് ഒരുപാട് ഫ്രെയിംസ്, റിച്ച് ആയിട്ടുള്ള ഫ്രെയിംസ്, വൈഡ് ആംഗിൾ ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരുപാട് റിച്ച് ഫ്രെയിംസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊരു ഫ്രഷാണ്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തമിഴ് സിനിമയാണ്, പക്ഷേ കൂടുതലും അസർബൈജാൻ ലാംഗ്വേജ് ആണ്. അതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരുവിധം അസർബൈജാൻ ലോക്കൽസൊക്കെ കുറേ പേരുണ്ട്. അപ്പോൾ അവർ അസർബൈജാൻ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഇംഗ്ലീഷ് കയറ്റുന്നുണ്ടെങ്കിലും കൂടുതലും അസർബൈജാനി ഭാഷയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സബ് ടൈറ്റിൽ വരുന്നത് തമിഴിലാണ് എഴുതി കാണിച്ചത്. ഞാൻ പോയടുത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പം വേറെ തിയേറ്റേഴ്സിൽ ഇംഗ്ലീഷ് സബ് ടൈറ്റിലുള്ളിടത്ത് ഈ അസർബൈജാൻ ലാംഗ്വേജിന് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് ഉണ്ടാവും. പക്ഷേ ഞാൻ പോയടുത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അസർബൈജാനി ലാംഗ്വേജ് തമിഴ് സബ് ടൈറ്റിൽ ആയതുകൊണ്ട് എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. പിന്നെ അവരുടെ ആക്ഷൻസും അവരുടെ ആ ഒരു എക്സ്പ്രഷനും വെച്ച് ഞാൻ ഊഹിച്ചെടുത്തതാണ് കുറേയൊക്കെ കാര്യങ്ങൾ. എന്നാലും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ തമിഴിൽ കൺവേ ചെയ്യുന്നുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ അത് ഒരു തരത്തിലൊരു ഫ്രഷ്നെസ് ആണെങ്കിലും മറ്റൊരു തരത്തിൽ ഇറിറ്റേറ്റിംഗ് ആണ് ഫോർ എ പേഴ്സൺ ഹു ഈസ് സ്പെൻഡിങ് സം മണി. സിനിമ മൊത്തത്തിൽ എന്താണെന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് കുറച്ച് കല്ലുകടിയാണ്. അപ്പോൾ അതൊരു ഇതായിട്ട് തോന്നി. പിന്നീട് സെക്കൻഡ് ഹാഫിൽ അങ്ങോട്ട് ഈ പറഞ്ഞ കണക്ക് അജിത്തിൻ്റെ കുറച്ച് മാസ്സായിട്ടുള്ള കുറച്ച് വാക്സും അജിത്തിൻ്റെ ആ ലുക്ക്, കാരണം
സാൾട്ട് ആൻഡ് പെപ്പർ ലുക്ക് ഞാൻ പറയണ്ടല്ലോ, അതുകൂടി വരുമ്പോഴത്തേക്ക് പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് ഒരു രക്ഷയില്ല. പക്ഷേ ഇതാണ് പുള്ളിയുടെ ഈ സ്ക്രീൻ പ്രസൻസിൽ ഇവൻ ദോ പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയാക്കുന്നുണ്ടെങ്കിലും സ്റ്റോറി അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊരു പാളിച്ചുള്ള പോലെ ഒരു ഹൈ മൊമെൻറ്റ്, എന്താ പറയുക, ഒരു എക്സ്ട്രീം സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ജനറേറ്റ് ആവാതെ സിമ്പിളായിട്ട് വില്ലന്മാരെയൊക്കെ ഫിനിഷ് ചെയ്ത് പുള്ളി ഉദ്ദേശിച്ച കാര്യം എന്താണോ സാധിച്ചെടുക്കുന്ന പോലെ പെട്ടെന്ന് അങ്ങോട്ട് തീർന്ന പോലെ തോന്നി. അതായത് ഒരു ലാഗുണ്ട് പല സ്ഥലത്തും. ആ ലാഗുള്ള സ്ഥലത്ത് അൺവാണ്ടഡ് സീൻസ് ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫൈറ്റൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ, എസ്പെഷ്യലി ഇതിൽ കുറേ ആൾക്കാരെ വെടിവെക്കുന്ന സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മളെ പണ്ടത്തെ കേരള പോലീസ് മറ്റേ CID മൂസയിലൊക്കെ പറയുന്ന പോലെ വെടിവെച്ചോ, പക്ഷേ കാലിൻ്റെ അരയ്ക്ക് താഴേക്ക് അല്ലെങ്കിൽ കാലിൻ്റെ താഴേക്ക് വെടിവെക്കാളൂ എന്ന് പറയുന്ന പോലെ അജിത്ത് ഒരു സാധാരണ ഒരു മൾട്ടിനാഷണൽ കമ്പനി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അജിത്ത് എല്ലാവരെയും വെടിവെക്കുന്ന അല്ലെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാലിലും താഴേക്കൊക്കെയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം വയലൻസിൻ്റെ എക്സ്ട്രീമിറ്റീസ് പല സിനിമകളിലും കാണിക്കാറുണ്ട്. അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ ആ ഒരു സ്കോപ്പിലേക്ക് ചിന്തിച്ച് നല്ല രീതിയിൽ കുറേ എന്താ പറയുക, കുറേ കയ്യടി ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ കുറേ രീതിയിൽ അവരെ കില്ല് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതെല്ലാം കാലിന് താഴേക്ക് വെടിവെച്ചിട്ട് നന്മയാകുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ നന്മയോളി എന്നുള്ളൊരു ടാഗ് ലൈനാണ് അവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമുക്കൊരു എന്താ ഇത്രയും ഭയങ്കര മ്യൂസിക് വരുന്നുണ്ട്. നല്ല രീതിയിൽ അനിരുദ്ധ് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അനിരുദ്ധിനെ ഒരു കുറ്റവും പറയാൻ പറ്റില്ല, പുള്ളി നല്ല രീതിയിൽ എലിവേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ സീൻസ് അതിനനുസരിച്ചിട്ട് ഉയർന്നു വരാത്ത പോലൊരു ഫീൽ ഉണ്ടായി. ഈവൻ ദോ സം പാർട്സ് ഓഫ് ദി സിനിമാറ്റോഗ്രഫി ആൻഡ് ഓൾ വാസ് ഗുഡ്, മോശമല്ല. പിന്നെ ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ അജിത്ത് എന്ന് പറയുന്ന നടൻ്റെ സ്റ്റാർ ഡൗൺ അടുത്ത്, അതായത് പുള്ളി ഇതിനൊരു ഓഡിയോ ലോഞ്ചോ അല്ലെങ്കിൽ ഒരു ട്രെയിലർ ലോഞ്ചോ ഒരു ഭയങ്കര വലിയ പരിപാടികളോ ഫാൻ മീറ്റിങ്സോ അങ്ങനെ ഒന്നും ഗ്യാതറിങ്സ് ഒന്നും നടത്താതെ പോലും പുള്ളിക്ക് തമിഴ്നാട്ടിലടക്കം ഒരുപാട് സ്ക്രീൻസിൽ റിലീസ് ഉണ്ടായിരുന്നു. കേരളത്തിൽ ഇപ്പോൾ ഞാൻ പോയ അടുത്തടക്കം ഹൗസ്ഫുള്ളാണ്. ഇന്നത്തെ അവസ്ഥ കുറച്ച് പരിതാപകരമാണെങ്കിൽ പോലും മറ്റ് ഫസ്റ്റ് ഡേ നല്ല രീതിയിൽ ഒരു ബൂസ്റ്റ് ഉണ്ടാക്കാൻ പുള്ളിയുടെ ആ ഒരു വരും. അപ്പോൾ അജിത് കുമാറിൻ്റെ ഒരു കംബാക്ക് അല്ലെങ്കിൽ ഒരു ഭയങ്കര വലിയ പടം ഒരുപാട് പേര് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നല്ല ഫാൻ ബേസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണത്. ആൻഡ് അതർ ദാൻ ദാറ്റ് സിനിമ വാസ് ഓക്കെ. ഫസ്റ്റ് ഹാഫ് വാസ് ഗുഡ് ആൻഡ് സെക്കൻഡ് ഹാഫ് വാസ് ജസ്റ്റ് ആവറേജ്, ബിലോ ആവറേജ് ടു ആവറേജ് ഫീൽ. അപ്പോൾ ഓവറോൾ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് ഒരു ക്ലാസ് മൂവി ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യാം. മാസ് മസാലയായിട്ട് ഒരിക്കലും അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ ദോ അജിത്തിൻ്റെ കുറച്ച് നല്ല സ്വാഗ് സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഉള്ള 1-2 ഫ്രെയിമുകൾ ഉണ്ടെങ്കിലും സിനിമയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അത്രയ്ക്കൊരു മാസ് അല്ലെങ്കിൽ എലിവേറ്റഡ് മൊമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. ഇത്രയൊക്കെ ഞാൻ എൻ്റെ ഒരു പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് പോയിട്ടും കുറേ പേർക്ക് പടം തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് കേട്ടു. പക്ഷേ ഒരു ചിലർക്ക് ഇത് ഒരു ഫ്രഷ് ആയി ന്യൂ ആയിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്തവരുമുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. എനിക്കിങ്ങനെയായിരുന്നു, എനിക്കൊരു ആവറേജ് വൺ ടൈം വാച്ച് ആയിട്ടുള്ള ഒരു ക്ലാസ് മൂവി വിത്ത് സം എന്താ പറയുക, മ്യൂസിക് വാസ് ഗുഡ്, പിന്നെ സിനിമാറ്റോഗ്രഫി ആൾസോ. പക്ഷേ സ്ക്രിപ്റ്റിൽ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേയിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ പാളിച്ചു വന്നതുകൊണ്ട് ആ ഒരു ഹൈ മൊമെൻറ്റ് ജനറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഹൈലി സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റാത്ത മറ്റൊരു അജിത് ചിത്രം. എന്നാൽ റീസെൻ്റ്ലി ഇറങ്ങിയതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് അജിത് മൂവി എന്നുള്ള രീതിയിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യുക. താങ്ക് യു.